എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? വൃത്തികെട്ട മാർക്കറ്റ് കേട്ടോ, എൻ്റെ ഭാഷ പറയുകയാണെങ്കിൽ വൃത്തികെട്ട മാർക്കറ്റ്. പക്ഷേ നല്ലൊരു കാര്യം ഇന്ന് സംഭവിച്ചു. നിഫ്റ്റിയിൽ ഫെയിൽഡ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇന്നത്തെ ലോയ 22,018 ഒരു ഫെയിൽഡ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് സൈനാണ്. കാരണം 22,150 IBH മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം അത് 21,262 എന്ന ടാർഗറ്റിൽ കിട്ടും. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. അദാനിയുടെ ഒരു ന്യൂസ്, US എന്തോ ഇഷ്യൂ എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ടായിരുന്നു. സെക്കൻഡ്, നമ്മുടെ ഇലക്ട്രൽ ബോണ്ട് SBIയുടേത് ഇന്ന് സുപ്രീം കോടതി വീണ്ടും ഹിയറിങ്ങിന് വിളിച്ച ഒരു കേസുണ്ടായിരുന്നു. തേർഡ് വന്ന് നമ്മുടെ ഏറ്റവും വലിയ സബ്സെ ബെഡാ ബാത്ത് എന്ന് വെച്ചാൽ ഏതാണ്, നമ്മുടെ ജനറൽ ഇലക്ഷൻ വരുന്നു. പക്ഷേ ജനറൽ ഇലക്ഷൻ വരുന്ന സമയത്ത് ഈ മാർക്കറ്റിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇനി ക്ലാരിഫൈ ചെയ്യാൻ നിങ്ങൾക്കുണ്ട്. ഈ വിക്സ് എന്ന് പറയുന്ന സാധനം ഇനി ഈ കറണ്ട് മാർക്കറ്റിൽ നെക്സ്റ്റ് മന്തിൽ അധികം ബാധിക്കില്ല. കാരണം നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് വരാൻ പോകുന്ന ജൂണിൽ ഫസ്റ്റ് വീക്കിലായതുകൊണ്ട് മെയ് തൊട്ടുള്ള ഓപ്ഷൻസിന് മാത്രമേ വിക്സിൻ്റെ ഒരു വിക്സ് എന്ന ബാധ പിടിക്കുകയുള്ളൂ. സോ ഈ വിക്സ് കൂടും, ഓപ്ഷൻ പ്രൈസ് വലിയ രീതിയിൽ ഓപ്ഷൻ പ്രൈസ് ഡിറ്റോറിയേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ആയിരുന്നില്ല ഉണ്ടെങ്കിൽ പ്രീമിയം മീറ്റിംഗ് വളരെ നടക്കില്ല. കാരണം പ്രീമിയം മീറ്റിംഗ് മന്ത്ലി ഓപ്ഷൻസിൽ വളരെയധികം പ്രീമിയം മീറ്റിംഗ് നടന്നിട്ടുണ്ടെന്ന്. സോ അതുകൊണ്ട് നിങ്ങൾ ഈ പ്രീമിയം വലിയ കൂടുതലാണൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. മെയ് തൊട്ടുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം, മെയ് എൻഡിലുള്ള ഓപ്ഷനിലും മന്ത്ലി ഓപ്ഷനിലും പിന്നെ ജൂണിലുള്ള ഓപ്ഷൻസിലൊക്കെ ഈ വിക്സ് നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോ ലിങ്ക്സ് നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് ഒന്ന് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ അവർക്കും കൂടി ഒരു പ്രയോജനപ്പെടട്ടെ. നമ്മളൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, അതിൽ നിങ്ങൾക്ക് വിശ്വാസത ഉണ്ടെങ്കിൽ, അതിൽ നിങ്ങൾക്ക് അത് കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് അത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാമോ? ഞാൻ നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ആ ഒരു ലെവൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇപ്പോൾ ഇത് നമ്മുടെ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടല്ലല്ലോ. ഇതിപ്പോൾ ഞാനിപ്പോൾ എടുത്ത് കാണിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക്. സോ ഇത് ബാങ്ക് നിഫ്റ്റി. നമുക്ക് ബാങ്ക് നിഫ്റ്റി തന്നെ തുടങ്ങാം. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി ഈ പ്രൊഫൈൽ നോക്കുമ്പം ആദ്യത്തെ 1 മണിക്കൂറിന് താഴെയും പോയി, ആദ്യത്തെ 1 മണിക്കൂറിൻ്റെ ഹൈക്ക് മുകളിൽ പോയി, എന്നിട്ട് ഏകദേശം 1 മണിക്കൂറിൻ്റെ ഹൈയുടെ അടുത്ത് വന്ന് ക്ലോസ് ചെയ്തു. ഇങ്ങനെ നടക്കുന്ന പ്രൊഫൈലിനെ പറഞ്ഞപ്പോൾ ന്യൂട്രൽ പ്രൊഫൈൽ. എന്താണ്? ന്യൂട്രൽ പ്രൊഫൈലാണ് ഇന്നത്തെ മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂ വെച്ച് ബാങ്ക് നിഫ്റ്റി. ഇന്നത്തെ POC വന്ന് നിൽക്കണം. ബാങ്ക് നിഫ്റ്റിയുടെ POC എന്ന് പറഞ്ഞാൽ ഏകദേശം 46,720 717 ഇന്നത്തെ VWAP 46,639. ഇപ്പം ഞാൻ എന്താ നിങ്ങളുടെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 46,600 എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്ക് നിഫ്റ്റി ഇന്ന് അതിന് മുകളിൽ തന്നെ ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നു. താഴോട്ട് പോയിട്ടുണ്ട്, എന്നാൽ പോലും അതിന് മുകളിലാണ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 2 സിനാരിയോ നിങ്ങൾക്ക് ഓപ്പൺ ആണ്. 46,721 720 മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ POC ആയ 47,040 ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതേ സ്ഥാനത്ത് ബാങ്ക് നിഫ്റ്റി 46,600 താഴെ നിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ ലോയും അതിന് താഴെയുള്ള 46,028 എന്ന് പറഞ്ഞാൽ പഴയ ഒരു POC ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി 1000 പോയിൻറ്റിൻ്റെ അകത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു റേഞ്ച് ഓരോ ദിവസം കഴിയുന്നതോറും കുറഞ്ഞു വരികയാണ്. ഇന്ന് കൂടി വീണ്ടും ഇപ്പം ആ റേഞ്ച് ഇങ്ങനെ വോളറ്റിലിറ്റി റേഞ്ച് ഉള്ളത് കൊണ്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 47,040 അല്ലെങ്കിൽ 46,027 താഴെയോ, ഡൗൺ സൈഡ് റെഫറൻസ് 46,027, അപ്പ് സൈഡ് റെഫറൻസ് 47,040 ഇതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 1000 പോയിൻറ്റ് മുകളിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. 46,027 താഴെ നിൽക്കുന്ന 1000 പോയിൻറ്റ് താഴെ അടിക്കാനും ചാൻസ് ഉണ്ട്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു റെഫറൻസ് പോയിൻറ്റ് നിങ്ങളത് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. നിങ്ങളുടെ ലെവൽസ് നിങ്ങൾ വരുമ്പോൾ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ട്രേഡ് ചെയ്യേണ്ട. സോ ഇതൊരു ബാങ്ക് നിഫ്റ്റി ലെവൽ. നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ ഓർഡർ ഫ്ലോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ രീതിക്ക് ഒരു മാറ്റമൊന്നും ബാങ്ക് നിഫ്റ്റി സംഭവിച്ചിട്ടില്ല. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ബാങ്ക് നിഫ്റ്റി അടിച്ചു തിരിച്ചിറങ്ങി വീണ്ടും അടിച്ചു തിരിച്ചിറങ്ങി ആ രീതിക്ക് പോകുന്നല്ലാതെ ആ ഓർഡർ ഫ്ലോയിൽ ബാങ്ക് നിഫ്റ്റി വലിയ രീതിയിൽ ഒന്നും മുന്നോട്ട് തന്നിട്ടില്ല. റിസർച്ച് നോക്ക്,
മോർണിംഗ് തൊട്ട് ബാങ്ക് വെച്ച് ആ 12:15 തിരിച്ച് കയറിയതിന് ശേഷം അതിന് മുമ്പേ മാർക്കറ്റ് അടിച്ചു 15 എന്നൊക്കെ അടിച്ച് താഴെ ഇറങ്ങി സ്റ്റോപ്പ് ലോസ് എടുത്തു. പിന്നെ അവിടെ തിരിച്ച് കയറി. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഒരു ഷേപ്പിൽ ഇവിടെ വന്ന് ഇറങ്ങി, ഇങ്ങനെ ഒന്ന് ഇറങ്ങി തിരിച്ച് പിന്നെ അവൻ ബി ഷേപ്പ് പോലെ തിരിച്ച് കയറി പോയി. പിന്നെ അവൻ 46,785 ഇന്നത്തെ ക്ലോസിങ് വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഡെൽറ്റ എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് ക്യുമുലേറ്റീവ് ഡെൽറ്റ ബയേഴ്സിൻ്റെ കൂടെ ആയതുകൊണ്ട്, കാലത്ത് മോർണിംഗ് സെല്ലേഴ്സ് വന്നു, പക്ഷേ ബയേഴ്സിൻ്റെ കൂടെ വന്നതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി ഒരു ന്യൂട്രൽ ക്ലോസിങ്ങിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് ഈ വി വ്യാപ്പ് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ ഓർത്തോളൂ, അത് നമ്മളെ മാർക്കറ്റ് പ്രൊഫൈലെ വി വ്യാപ്പ് 42,633, ഇതിലെ ഈ ഓർഡർ ഫ്ലോയുടെ വി വ്യാപ്പ് 42,642. സോ ഡിഫറൻസ് ഉണ്ട്. ഓരോ സോഫ്റ്റ്വെയറിൻ്റെയും ടെക്നിക്കൽ ഡേറ്റ യൂസ് ചെയ്യുന്നതനുസരിച്ച് ഓരോ സോഫ്റ്റ്വെയറിന് ഡേറ്റയ്ക്ക് വ്യത്യാസം വരും. ഇതൊരു ഓർഡർ ഫ്ലോ ചാർട്ടാണ് മാർക്കറ്റ് പ്രൊഫൈലിലെ 15 മിനിറ്റ്സ്. സോ നമുക്കിനി നിഫ്റ്റിയുടെ ലെവൽസിലേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ നിങ്ങൾ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്. നിഫ്റ്റി ഇന്ന് മോർണിംഗിൽ ആദ്യത്തെ 1 മണിക്കൂറിൽ ഹൈ വന്ന് ലോ പോയി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, കഴിഞ്ഞ 13-ാം തീയതി തൊട്ട് 13-ാം തീയതി ബുധൻ, വ്യാഴം, വെള്ളി, തിങ്കൾ ഈ 4 ദിവസമായിട്ട് ഈ 22,023 താഴെ നിഫ്റ്റി ഫെയിലിയർ ആവുകയാണ്. ഈ സെല്ലർ ഫെയിലിയർ ആവുന്നതിൻ്റെ വേറൊരു പേരാണ് ഡിമാൻഡ് ക്രിയേഷൻ. എങ്ങനെയാണ് ഈ സെല്ലർ ഫെയിലിയർ ആവുന്ന വേറൊരു പേരാണ് ഡിമാൻഡ് ക്രിയേഷൻ. നിഫ്റ്റിയെ സംബന്ധിച്ച് ഡിമാൻഡ് സെല്ലർ ഫെയിലിയറായി, സ്വാഭാവികമായിട്ടും ഡിമാൻഡ് വരികയും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ബിക്ക് താഴെ ഈ ഒറ്റ ലെറ്റർ വന്നിട്ടുണ്ട്. ഇത് അവൻ എന്ത് ചെയ്തു, ജി പീരീഡ് 12 കാലമായപ്പോൾ അവൻ ആ ഇന്നത്തെ ഹൈയും ക്രോസ് ചെയ്ത് പോയി. അങ്ങനെ നിഫ്റ്റി ഇന്ന് ഫെയിൽഡ് ഓപ്ഷൻ കൺഫേം ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി ഫെയിൽഡ് ഓപ്ഷൻ കൺഫേം ചെയ്തിരിക്കുന്നത് 28,018 ലെവലിലാണ്. സോ ഇനി അങ്ങോട്ടുള്ള മാർക്കറ്റ് നല്ലൊരു കിടില മാർക്കറ്റായിരിക്കും. നമുക്ക് 2 ടാർഗറ്റ് ഉണ്ട്. എങ്ങനെയാണ്? എഫ്-ഐയുടെ ടാർഗറ്റ് 22,018 പ്ലസ് ഇന്നത്തെ ATR ആവറേജ് 2 റേഞ്ച് ATR എന്ന് പറഞ്ഞാൽ 242 ആണ്. സോ 22,018 പ്ലസ് 242 എന്ന് പറഞ്ഞാൽ 22,260. അത് ഏതാണ്? അത് എക്സാക്ട്ലി 14 മാർച്ചിലെ POC ആണ്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി 22,148 50 മുകളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ 22,260 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി സെക്കൻഡ് സിനാരിയോ, നാളെ മാർക്കറ്റ് ഇറങ്ങി ഈ 22,013 ഇന്നത്തെ വി വ്യാപ്പും POC ഏകദേശം ഓൾമോസ്റ്റ് സെയിം. സോ ഈ 22,013 താഴെയാണ് അവൻ നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ബയേഴ്സിന് ഡിമാൻഡ് അവർ ബയേഴ്സ് അപ്സൈഡ് ഡൗൺ ആവും. അവരെന്ത് ചെയ്യും? തകിടം മറിയും. ആ തകിടം മറിയുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അവ എന്ത് ചെയ്യും? നിഫ്റ്റി ഈ 22,018 ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. ഇൻ കേസ് അവൻ 22,018 ടെസ്റ്റ് ചെയ്യുകയാണ്, എങ്ങനെ 22,260 ടെസ്റ്റ് ചെയ്യാതെ നേരെ താഴോട്ട് ഇറങ്ങി വരികയാണെങ്കിൽ ദർ ഈസ് എ നെഗേറ്റഡ് ടാർഗറ്റ്. അവിടെ തിരിച്ച് നമ്മൾ നോക്കണം. 22,018 മൈനസ് 242 എന്ന് പറഞ്ഞാൽ 24,776 ആ ലെവലിലേക്ക് വരാനുള്ള ചാൻസും കൂടുതലാണ്. സോ നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയെക്കാട്ടി ഒരു ഓൾട്ടർനേറ്റീവ് മൂവ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, കുറച്ചും കൂടെ അനുവൃത്തിയ. സോ അത് നമുക്ക് നാളത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതനുസരിച്ച് ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. നിഫ്റ്റിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയിൽ വലിയ ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ ഈ ഓർഡർ ഫ്ലോ നിങ്ങൾ കാണുന്നല്ലോ. നിഫ്റ്റിയിൽ വലിയ ഒരു ഏറ്റവും ഇല്ല, നമ്മൾ കയറിപ്പോയതിന് ശേഷം പിന്നെ ഒറ്റയടിക്ക് ലാസ്റ്റ് 1 മണിക്കൂറിൽ അവർ 100 പോയിൻ്റ് ഇറങ്ങി. ഈ ലാസ്റ്റ് 1 മണിക്കൂറിൽ എഫ്-ഐയുടെ സെല്ലിംഗ് ഉണ്ടായിരുന്നു ഇക്വിറ്റിയിൽ. അവർ ഏകദേശം 2,700 കോടിക്ക് അടുപ്പിച്ച് അവരിന്ന് വിറ്റിട്ടുണ്ട്. സോ ഇതെല്ലാം ഈ സംഭവിച്ചത് ഈ സെല്ലിംഗ് ടൈമിലാണ്. ഒരു 2.25 ശേഷമാണ് അവർ സെല്ലിംഗ് ആക്ട് ചെയ്തത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു, ഈ പച്ച കളർ കാണുന്നത് ഹ്യൂജ് ബൈയിങ് വന്ന ഏരിയയാണ്. ഹ്യൂജ് അല്ല, ഒരു ഡിമാൻഡ് സോൺ, ഈ മാർക്കറ്റിലെ നല്ല ഡിമാൻഡ് സോണാണ്. സോ അതുകൊണ്ടാണ് ഇതൊരു പച്ച ലൈൻ കിടക്കുന്നത്. ഈ ഒരു പച്ച ലൈനാണ് ഞാൻ പറഞ്ഞത്. നാളെ 22,100 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് താഴെ നാളെ മാർക്കറ്റ് വരികയാണെങ്കിൽ ഈ വാങ്ങിച്ചവന്മാരൊക്കെ നെട്ടോട്ട് ഓടുന്ന വിധത്തിൽ കൊടുത്തിട്ട് പോകും. അത് നമുക്ക് എന്ത് ചെയ്യും? ഒരാളുടെ പേടിച്ച ആക്ഷനാണ്. അതിൽ നമ്മൾ റീറ്റെയിലേഴ്സ് പാനിക് സെല്ലിങ് ചെയ്യുമ്പം പർട്ടിക്കുലർ സ്റ്റോക്ക് അടിച്ചിറങ്ങും. അത് ആര് യൂസ് ചെയ്യും? FIs അത് ബൈജിയെ യൂസ് ചെയ്യുന്നു പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ? സെയിം അതേപോലെ ഇവിടെ വിൽക്കുന്ന സമയത്ത് സെല്ലറുടെ പ്രസൻസ് കൂടുകയും മാർക്കറ്റ് വീണ്ടും ഇറങ്ങാൻ ചാൻസ് കൂടുകയും ചെയ്യും. അപ്പം ഈ പറഞ്ഞ ലെവൽസൊക്കെ ഞാൻ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിലെ ചാർട്ടിൽ നിങ്ങൾക്ക് ഞാൻ വരച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളത് ഒന്ന് ഓർത്തോളുക. എവിടെയാണ് ഞാനിതിപ്പം ഈ ഒരു ചാനലിൽ ഞാൻ വരച്ച് വെച്ചേക്കാം. കണ്ടോ, ഇന്നത്തെ POC ആയ 22,114 ഈ POC ഞാനതെന്ത് ചെയ്യുന്നു, ഞാനത് മജന്ത കളറിലേക്ക് മാറ്റി. ഇന്നത്തെ POC നിങ്ങൾ കാണുന്നല്ലോ, ഈ POC നിങ്ങൾ മാർക്ക് ചെയ്തു. ഈ ആ POCക്ക് മുകളിൽ നമ്മൾ 148, 150 നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഇന്നത്തെ IBH ആണ്. ഇതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് 22,260 കറക്റ്റല്ലോ. ഇനി
ഈ 22,114 താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവൻ 22,20 ടെസ്റ്റ് ചെയ്യും. ഒന്ന് സെക്കൻഡറി അതിന് താഴെ നിൽക്കുന്നപ്പോൾ ഈ ഒരു ചെറിയൊരു ഡിമാൻഡ് ഉണ്ട് 21,970. ഈ 21,970ക്ക് താഴെ നേരെ സ്ട്രെയിറ്റ് അവ എവിടം വരെ വരാൻ ചാൻസ് കൂടുതലാണ്? 21,776 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. സോ ഈ ലെവൽ നിങ്ങളെ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. നിങ്ങൾ ഈ വീഡിയോ ഒരിക്കൽ കൂടി കാണുക, മൾട്ടിപ്പിൾ ടൈംസ് കാണുക, നിങ്ങൾ മാർക്ക് ചെയ്യുക, നിങ്ങൾക്ക് യൂസ് ചെയ്യുക. സോ നമ്മൾ ഇന്നലെ പഠിച്ച ഫെയിൽഡ് ഓപ്ഷൻ്റെ ഒരു എക്സാമ്പിൾ നിഫ്റ്റിയിൽ കിട്ടിയിട്ടുണ്ടല്ലോ, മനസ്സിലായോ നിങ്ങൾക്ക്? ഈ മാർക്കറ്റ് പ്രൊഫൈലിനെ സംബന്ധിച്ച് ഏത് പറയുന്ന കാര്യവും ട്രേഡബിൾ സെറ്റപ്പാണ്. അത് നമ്മൾ പോകെ നിങ്ങൾ പഠിക്കും. അപ്പം ഒരിക്കൽ കൂടി ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ ഈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വീഡിയോ വാച്ച് ചെയ്യുന്നതിന് നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് ഞങ്ങളുടെ ചാനൽ സജസ്റ്റ് ചെയ്യുക. ഞങ്ങൾ എന്തെങ്കിലും ഈ ചാനലിൽ ഞാൻ എന്തെങ്കിലും പറയുന്നതോ അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം എന്തെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾക്ക് സജഷൻ തരുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ആ അപ്രിസിയേഷൻ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും മുഖേന ചെയ്ത് ഞങ്ങളുടെ ആ ഒരു എഫർട്ടിനെ ഒന്ന് ഒരു റെസ്പെക്റ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. സോ ഈ വീഡിയോയിൽ നിന്ന് ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ വിഷ്ണു ഗുപ്തൻ. ടേക്ക് കെയർ ആൻഡ് നല്ലൊരു ശുഭരാത്രി നേരുന്നു.